ഓമൈ കടവുളെ. രചന മുകുന്ദൻ ഉണ്ണി അമ്പാടി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്നെയും കൂട്ടി കാർന്നവരെങ്ങോട്ടായി വെളുപ്പാങ്കാലത്ത്? ബൈക്കിൽ കയറിയെന്ന് ഞാൻ അച്ഛനെ നോക്കിക്കാ വണ്ടി എടുക്ക്, നേരം വൈകും. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അച്ഛനെയും കയറ്റി റോഡിലിറങ്ങി. അച്ഛനെ എങ്ങോട്ടാ പോയേണ്ടെന്ന് പറയുന്ന കാത്ത് ഞാൻ മിണ്ടാതിരുന്നു. ഡാ വലതുവശത്തെ റോഡിലേക്ക് തിരികെ, അച്ഛൻ പറഞ്ഞ വഴി തിരിച്ചിരിച്ച് അവസാനം പോലീസ് മൈതാനത്തെത്തി. അജു, ഇവിടെ തന്നെ വണ്ടി നിർത്ത്. ബൈക്ക് നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി. അവിടെ നല്ല തിരക്കുണ്ട്, കുറെ പയ്യന്മാരൊക്കെ കാണുന്നുണ്ട്, പോലീസും ഉണ്ട്. അച്ഛൻ എന്നെ നോക്കി കൈ പുറകിൽ സേതുരാമയ്യരെ പോലെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, കുറച്ചു നാൾ മുമ്പ് അമ്മ വഴക്ക് പറഞ്ഞിട്ട് എന്റെ മോനെ എക്സാം എഴുതി ഓർക്കുന്നുണ്ടോ? ആ പോലീസിലേക്ക് വേണ്ടി റിട്ടേൺ എക്സാം? അതിന്റെ റിസൾട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി. ഇന്ന് ഇവിടെ വെച്ചാണ് ഫിസിക്കൽ ടെസ്റ്റ് നടത്തുന്നത്. ഇത്ര നാൾ പറയും പോലെ അല്ല ഇന്ന്. ഇവിടെ ഇതിൽ നീ വിജയിച്ചേ തീരൂ. ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയല്ല, നിന്നെ സ്നേഹിക്കുന്ന ആ പെങ്കുച്ചിന് വേണ്ടി. അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ രാവിലെ ഉച്ചത്തിൽ പത്രം വായിക്കുന്ന കേൾക്കുന്ന മാത്രമാണ് എൻ്റെ അറിവ്. അതുകൊണ്ട് മാത്രം ഒരിക്കലും കിട്ടില്ലെന്ന് കരുതി എഴുതിയ പരീക്ഷയായിരുന്നു. എന്റെ മടി കാരണം പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. കാരണം ഒരിക്കലും കിട്ടില്ലെന്ന് എൻ്റെ തോന്നലായിരുന്നു. പക്ഷേ അച്ഛൻ അതെല്ലാം ഓർത്തു വെച്ച് ഇന്ന് കണ്ണിൽ ചെറു നനവ്. അച്ഛൻ കാണാതെ തുടക്കുമ്പോൾ അച്ഛൻ കയ്യിൽ പിടിച്ച കവർ എനിക്ക് നേരെ നീട്ടി. അതിലൊരു ജോഡി സ്പോർട്സ് ഡ്രസ് ഉണ്ടായിരുന്നു. അവിടെയുള്ള ടോയ്ലറ്റിൽ കയറി അത് മാറി ആ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വാഴയായി മാത്രമല്ല അച്ഛൻ എന്നെ കണ്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇന്ന് വരെ ജീവിതം സത്യത്തിൽ പരാജയമായി മാത്രമേ കരുതിയുള്ളൂ. പക്ഷേ ഇന്ന് ഹൈ ജമ്പും ലോങ് ജമ്പും ഓട്ടവും ഷോർട്ട് പുട്ടും കയറിൽ വരിഞ്ഞ കയറ്റവുമൊക്കെയായി ഞാൻ അന്നാദ്യമായി കാര്യമായിട്ടൊന്ന് വിയർത്തു. അച്ഛൻ ഗ്രൗണ്ടിനരികിൽ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞൊരു പരുവമായി തിരികെ പോകുമ്പോൾ എന്തായി എന്നൊന്നും അച്ഛൻ ചോദിച്ചില്ല. പക്ഷെ ഒന്നെനിക്ക് ഉറപ്പായിരുന്നു, അന്ന് എക്സാം എഴുതിയത് ഞാൻ ജീവിതത്തിൽ ചെയ്ത നല്ലൊരു കാര്യമാണെന്ന്. ക്ഷീണിച്ച് വീട്ടിലെത്തി എനിക്ക് അമ്മ ചുടുവെള്ളം ഒരുക്കി വെച്ചിട്ടുണ്ട്. കുളിച്ചു വന്നപ്പോൾ മേശ നിറയെ വിഭവങ്ങൾ. തലതോർത്തിക്കൊണ്ട് മുറിയിൽ കയറിയപ്പോൾ പെങ്ങളുടെ കുരിപ്പ് മാമ എന്നും പറഞ്ഞ് ഉടുത്തമുണ്ട് വലിക്കുന്നു. ചിന്നുമോളെ പോന്നു. മാമ പോയപ്പോ മോലും അമ്മയും വന്നല്ലോ. എന്തിന്? അത് കേട്ടപ്പോൾ അവൾ മുഖം ചൊളിച്ചുകൊണ്ടൊരു നോട്ടം. അവളെ നൈസായിട്ട് മുറിയിൽ നിന്ന് പുറത്താക്കി ഡ്രസ്സ് മാറി ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അമ്മ അച്ഛനോട് ചോദിക്കുന്ന കേട്ടു, മോനെയും കൂട്ടി പോയിട്ട് എന്തായി ഏട്ടാ? വാഴയാണെങ്കിലും വളഞ്ഞാനല്ലേ ഇട്ട്, വാഴാവില്ലാന്ന് തോന്നുന്നു. അച്ഛൻ അത് പറഞ്ഞു കേട്ടപ്പോൾ ആദ്യമായി കുറച്ച് അഹങ്കാരമൊക്കെ തോന്നി. ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചു. ഞാൻ ചേച്ചി നോക്കി. അമ്മേ, അവളെവിടെ? ആര്? ചേച്ചി തന്നെ. ചിന്നു മാത്രമേ ഉള്ളൂ? ചിന്നുമോള് കുറച്ചു ദിവസം ഇവിടെ നിൽക്കുക. അവൾക്ക് തിരുവനന്തപുരത്ത് പോകാനുണ്ടെന്ന് എന്തോ കാര്യം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അളിയണോ? അവന് അവളുടെ കൂടെ പോയി. ചിന്നുമോൾക്ക് ട്രെയിനിൽ പോകാൻ പറ്റില്ലല്ലോ, അത് അവളിവിടെ ആക്കിയത്. പിന്നെ നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, നീ നോക്കില്ലേ? ഭാവിയിലെ എസ് ഐ അർജുനോടാ അമ്മ ഇത് പറയുന്നു. തികച്ചും മ്ലേച്ഛം. നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോടാ? ഏയ് ഇല്ല, ഭാഗ്യത്തിന് പറഞ്ഞ മനസ്സിലായിരുന്നു. അമ്മമാർക്ക് എന്ത് ഭാവി എസ് ഐ? ഞാൻ ചിന്നുമോളെ നോക്കി. എന്റെ ഫോണിലാണ് അവിടെ നോട്ടം. ഇതൊന്നല്ല ഇപ്പോഴത്തെ പ്രശ്നം. നാളെ മുതൽ പാല് വാങ്ങാൻ ഈ കുരിപ്പിനെയും കൂട്ടേണ്ടി വരും. ഇല്ലേക്ക് അറിഞ്ഞ് ബഹളം ഉണ്ടാക്കും. രേണുവായിട്ട് സമാധാനമായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന സമയമാണ്. ആലോചനയുടെ ആക്കം കൂടി വരുമ്പോഴാണ് ചിന്നു കാലിൽ പിടിച്ച് വലിക്കുന്നത്. എന്താടി? മാമന്റെ ഫോണിൽ ഗെയിമില്ലേ? അയ്യോ, മാമന്റെ ഫോണിൽ ഗെയിമൊന്നുമില്ലല്ലോ ചിന്നുമോളെ. റീചാർജ് ചെയ്തിട്ട് 2 മാസമായി. അതുകൊണ്ട് യൂട്യൂബിൽ ഡോറയും കാണാൻ പറ്റില്ലല്ലോ. ഡോറയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. കഴിഞ്ഞ മാസം ഞാൻ വന്നപ്പോ അമ്മേനെ വിളിച്ചപ്പോ പൈസ ഉണ്ടായിരുന്നല്ലോ. കല്ലം പരിയുന്ന മാമൻ. അയ്യേ. ആളെ മൈൻഡ് ചെയ്യാതെ മുറിയിൽ കയറി കുട്ടിപ്പിശാജ് എന്റെ മുറി മുഴുവൻ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. ആള് ഞാനൊരു വാഴയാണെങ്കിലും അമ്മയുടെ അടി മേടിച്ച് മുറി വൃത്തിയാക്കി വെക്കാറുണ്ട്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയം കൊണ്ട് കുരുത്തം കെട്ടവളെ എന്റെ മുറി. ആരാ ചിന്നു ഈ മുറി ഇങ്ങനെ ആക്കിയത്? അത് മാമ, ഞമ്മന്റെ കുരിഞ്ഞിപ്പൂച്ച വന്നെല്ലാം നശിപ്പിച്ചു. കുറിഞ്ഞിപ്പൂച്ചയല്ല, അത് പട്ടിക്കുട്ടിയല്ലേ, പേര് ചിന്നു. ഞാൻ കൊഞ്ഞനെ കുത്തി കാണിച്ചിട്ട് നിലത്തി വീണെടുക്കാൻ തുണിയും ബുക്ക് എടുത്ത് വെക്കുമ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അമ്മമ്മേ, ഈ മാമിനെ എന്നെ പത്തീന്ന് വിളിച്ചു, ചീത്ത വാക്ക്. ആഹാ, എന്തൊരു നിഷ്കളങ്കത. അമ്മ ഇപ്പൊ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെ വഴക്ക് പറയാൻ വരും. കുട്ടികളോടാണ് ആജു ഇങ്ങനെ പറയുന്നത്. ഇനി ഇങ്ങനെ വല്ലതും കേട്ടാറുണ്ടല്ലോ. അമ്മ എന്നെ വഴക്ക് പറയുന്ന കേട്ട് അവൾ ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്ത് എന്ന രീതിയിൽ ഞാൻ അവളെ നോക്കി. രാത്രി രേണു വിളിച്ച് സൊള്ള മുറിയിൽ കയറിയപ്പോൾ കുട്ടി പിശാജ് വീണ്ടും. മാമ, ഞാനിന്ന് മാമിന്റെ കൂട്ടി കിടക്കുന്നേ. മോളെ, അമ്മമ്മേന്റെ അച്ചാച്ചനെയും കൂടെ കിടന്നു. എന്റെ ചുന്ദരി കുട്ടിയല്ലേ. കരയാൻ വേണ്ടി ഒരുങ്ങുന്ന അവളുടെ മുഖം കണ്ടപ്പോൾ ഞാനങ്ങ് സമ്മതിച്ചു. പിന്നെ രേണുവിന് മെസ്സേജ് അയച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൾക്ക് ഒത്തിരി സന്തോഷമായി എന്ന് ഉറപ്പാണ്. നാളെ അത്യാവശ്യ കാര്യം പറയാനുണ്ട്, കിടക്ക എന്ന് പറഞ്ഞ അവൾ പോയി. സന്തോഷത്തിൽ നാളെ ഒരു മുത്തം വായിക്കാന്ന കയറി തിരിഞ്ഞിരുന്നപ്പോൾ ചിന്നു. ലവരാനല്ലേ മാമ, നിച്ചറിയാം. നിനക്കെങ്ങനെ? അതൊക്കെ നിച്ചറിയാം മോനെ. അവളുടെ കുറുമ്പ് വർത്താനം കഴിഞ്ഞൊരു വിധം കിടന്നപ്പോൾ പാതിരാത്രി എഴുന്നേറ്റ് അമ്മയെ കാണുന്ന പറഞ്ഞ് കരയാൻ തുടങ്ങി. അവസാനം ഫോണിൽ ചേച്ചിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇപ്പൊ അതും കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. പതിവ് പോലെ അമ്മ പാല് വാങ്ങാൻ വിളിച്ച് എഴുന്നേറ്റു. പല്ല് തേച്ച് ഇറങ്ങാൻ നേരം അച്ഛൻ പറഞ്ഞു, ഡാ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, അത് കഴിഞ്ഞ് ഇന്റർവ്യൂ എന്താണെന്ന് ഞാൻ പറയാം. നീ എന്തായാലും നോക്കില്ല, നിനക്ക് വേണ്ടിയല്ല, ഒരു പെണ്ണ് വഴിയാതരാവുന്ന കാണാൻ വയ്യ, അതിന്റെ ഭാവി ഓർത്താ. ഒന്ന് മൂളിയിട്ട് ഞാൻ ഉമ്മറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്ത് കയ്യും കെട്ടി എന്നെ കാത്തിക്കുന്നുണ്ട്. മാമ പോവാ. എങ്ങോട്ട്? പാല് മേടിച്ചാൽ. കുരിപ്പിനെ ഒഴിവാക്കാൻ കഴിയില്ല, അതറിയുന്നതുകൊണ്ട് കൂടെ കൂട്ടി. പാല് വാങ്ങി തിരികെ വരുമ്പോൾ അവൾ സ്ഥിരം സ്ഥലത്ത് കാത്തു നിൽക്കുന്നുണ്ട്.
എന്റെ കയ്യിൽ തൂങ്ങി വരുന്ന ചിന്നുമോളെ വാത്സല്യത്തോടെ അവൾ നോക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് നിന്ന് ചിരിച്ചു. ചിന്നു അവൾ അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, മാമ നിശ്ചയിഷ്ടായി. അവൾ ചിന്നുമോളുടെ കവളിൽ കുറുമ്പോടെ നുള്ളി. ചിന്നുമോൾ കുടുകൂടാ ചിരിക്കുന്നുണ്ട്. ബസ് കയറാൻ അവൾ നടക്കുമ്പോൾ അവളോട് അത്യാവശ്യമായിട്ട് പറയാൻ എന്തുണ്ടെന്നോ മറ്റോ പറഞ്ഞില്ലേ? അതിന്റെ കല്യാണം ഉറപ്പിച്ചു. നിശ്ചയടുത്ത ഞായറാഴ്ച. എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല രേണു. പക്ഷെ ഞാൻ വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങി വരാം. അച്ഛനമ്മയ്ക്ക് നാണക്കേടാത്. ഒരുപാട് കാലം കഴിഞ്ഞാൽ മാറും. പക്ഷെ മനസ്സുകൊണ്ട് മറ്റൊരാൾ ഇഷ്ടപ്പെട്ട് വേറെ ആടൊപ്പം കഴിയുമ്പോൾ ഈ ജന്മം എനിക്ക് സന്തോഷം ഉണ്ടാവില്ല. അവളുടെ പരിഭവം. പെണ്ണ് കരയാൻ തുടങ്ങി. പേടിക്കണ്ട, നമുക്കൊരു പോവഴി ഉണ്ടാകാം. നീ ഇപ്പൊ ചെല്ല്. ബസ് വന്നു, ഞാൻ പോണു. ബസ് വന്നപ്പോൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ കയറി. ചിന്നുമോൾക്ക് ടാറ്റ കൊടുത്തിട്ട് അവൾ വീണ്ടും ധൃതിയിൽ കണ്ണീർ തുടക്കുന്നു. ചിന്നുമോളുടെ കൈ പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ എന്റെ വാടിയ മുഖം നോക്കി അവൾ പറഞ്ഞു, മാമ നാളെ കല്യാണം കഴിച്ചോ? ഞാൻ കൂടിയല്ലേ, പേടിക്കണ്ട. എന്റെ കയ്യിൽ പിടിച്ചടക്കുന്ന അവളുടെ അരികിൽ കുനിഞ്ഞിരുന്നിട്ട് പാൽക്കുപ്പി അവളുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവളെ കയ്യിലെടുത്ത് കവിളൊരു മുത്തം കൊടുത്തു. നീ എന്റെ ചക്കര മുത്താടി. ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയിട്ട് അമ്മമ്മ ഉണ്ടാക്കുന്ന ദോശ കഴിക്കാം, എന്നിട്ട് കല്യാണം കഴിക്കുന്ന കാര്യം ആലോചിക്കാം. അവൾ ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. അമ്മേ, ഞങ്ങൾ വന്നു. ആ വന്നോ മാമനും മോളും? എന്റെ അടുത്ത് നിന്ന് അമ്മയുടെ അടുത്തേക്ക് പാലും കൊണ്ട് അവൾ ഓടിപ്പോയി. ഞാനാണെങ്കിൽ രേണുവിന്റെ കാര്യം ആരോട് പറയുന്ന ചിന്തയിലായിരുന്നു. രേണുവിനെ വിളിച്ചിറക്കി കൊണ്ടുവരണം എന്നൊക്കെയുണ്ട്. പക്ഷെ അച്ഛനോടൊരു വാക്ക് ചോദിക്കാതെ നേരിട്ട് പറയാനൊരു വിഷമം. ഉള്ള ധൈര്യത്തിൽ അച്ഛനോട് പറയാൻ വേണ്ടി കാർന്നവരെ തിരഞ്ഞപ്പോ വാഴയ്ക്ക് വളയിടുന്ന തിരക്കിലാണ് അച്ഛൻ. അച്ഛൻ്റെ അരികിൽ നിൽക്കുന്ന ചിന്നമോളോട് നല്ല വർത്താനമാണ്. ഈ വാഴയ്ക്ക് വലയിട്ടൂത്താൽ വലുതാവും അച്ഛാ? അതെന്ത് ചോദ്യാ ചിന്നൂസേ? വലുതാവും ചെയ്യുന്ന നല്ല അസയില് വാഴപ്പഴം എന്റെ മോൾക്ക് കിട്ടും. അച്ഛാ, എന്നെ ഞാനും വെള്ളം ഒഴിച്ചേ. കുഞ്ഞിക്കപ്പിൽ വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് അവൾ. ഞാൻ അവർക്ക് പിന്നിലായി മെല്ലെ ചെന്ന് നിന്നു. അച്ഛൻ കേൾക്കാൻ കൃത്രിമമായെന്ന് ചോദിച്ചു. ചിന്നുവായിരുന്നു തിരിഞ്ഞു നോക്കിയത്. അച്ഛൻ എന്നെ നോക്കാൻ ചിന്നുമോളോട് പറഞ്ഞു, മോള് പോയിട്ട് അമ്മമ്മയോട് ചായ എടുത്ത് വെക്കാൻ പറ, എന്നിട്ട് മോളുടെ മുഖവും കൈയും കഴുകിത്തരാൻ പറ. അച്ഛൻ ഇപ്പൊ വരാം. ചിന്നുമോൾ ഓടിച്ചാടി അമ്മയുടെ അടുത്തേക്ക് പോയപ്പോൾ അച്ഛൻ മുഖത്ത് നോക്കാതെ വാഴയിൽ നോക്കി എന്നോടെന്ന പോലെ ചോദിച്ചു, എന്തേ കാര്യം? അച്ഛാ, രേണു ആ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ചോ? ഞാൻ പറയുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു കേട്ട് എനിക്ക് അത്ഭുതം തോന്നി. എന്നിട്ട് എന്താ നിന്റെ പ്ലാന്? അവിനച്ച ആളെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ. അച്ഛൻ വാഴച്ചോട്ടിൽ കുടത്തിലെ വെള്ളം മെല്ലെ ഒഴിച്ചു കൊടുത്തിട്ട് കിണറ്റിനടുത്തേക്ക് നടന്നു. നീ ഒരു തൊട്ടി വെള്ളം കോരിയേ. കള്ളക്കാർന്നൊരു പൈപ്പിൽ വെള്ളം ഉണ്ടായിട്ട് എനിക്കിട്ട് നൈസായിട്ട് പണിഞ്ഞു. എൻ്റെ ആവശ്യമായി പോയില്ലേ? ഒന്നുമിണ്ടാ ഞാൻ മടിച്ച് വെള്ളം കോരി. അത് കോരി കഴിഞ്ഞപ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് നോക്കി പറയാ, ഇനി നീ ആ തൊട്ടിയും വെള്ളം കിണറ്റിലേക്ക് ഇട്ടേ. ഞാൻ അത്ഭുതത്തോടെ മൂപ്പരെ നോക്കി. എന്തായാലും അച്ഛൻ പറഞ്ഞ പോലെ ചെയ്തു. എന്തെങ്കിലും മനസ്സിലായോ നിനക്ക്? അവിനച്ച പെൺകുട്ടികളുടെ കല്യാണക്കാര്യം എങ്ങനെയാ? നീ ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷെ തിരികെ താഴെയുടെ എളുപ്പം കഴിഞ്ഞില്ലേ? അതുപോലെ കല്യാണം നടത്താൻ ഇച്ചിരി വിയർക്കണം. അത് മുടക്കാൻ എളുപ്പം പറ്റും. എൻ്റെ മോനെ എളുപ്പ വഴി നോക്ക്. അല്ലാതെ അവൾ അടിച്ചുകൊണ്ട് വന്നിട്ട് അവൾക്കും കൂടി ചെലവിന് കൊടുക്കാൻ ഞാൻ നിൽക്കുന്നു നീ കരുതണ്ട. ഞാനാകെ പ്ലിങ്ങായി അച്ഛൻ്റെ മുഖത്ത് നോക്കി. അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സാധനം. ഒരു തൊട്ടി വെള്ളം കൊണ്ട് മാസ് ഡയലോഗ് പറഞ്ഞ് അകത്തേക്ക് പോയി കാർന്നവര്. പുറത്തുനിന്ന് മാവിൽ ചാരിന്ന് കല്യാണം മുടക്കുന്നതിനെ കുറിച്ച് കാര്യമായിട്ട് ഞാൻ ആലോചന തുടങ്ങി. അവസാനം ചെക്കനെ വിളിച്ച് കാല് പിടിക്കാന്ന് കരുതി. ഉച്ച കോളേജിൽ നിന്ന് രേണു വിളിച്ചപ്പോൾ അവൾ പറഞ്ഞ ഊഹം വെച്ച് ചെക്കൻ ജോലി ചെയ്യുന്ന സ്ഥലം കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്നു. ഈ വിവേകുമാർ ഇവിടെയല്ലേ? യെസ്. ആരാ? ഒന്ന് കാണാൻ. അയാളുടെ ഓഫീസ് മുകളിൽ ചെന്നപ്പോൾ ഇതേ ഇരിക്കുന്ന ഒരു മാങ്ങമോറൻ. അയ്യേ, ഇവനെ കണ്ടിട്ട് എങ്ങനെ കല്യാണത്തിന് അമ്മയിച്ചു? ഇതിനേക്കാൾ അവൾക്ക് ഞാൻ തന്നെയായി ചേർച്ച. അയാൾ മുമ്പിലെ കസേര കാണിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ വിനയത്തോടെ അയാളുടെ മുമ്പിലിരുന്ന് കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. അല്പം കണ്ണീരും കലർത്തി. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് അയാൾ പറഞ്ഞു, സാറില്ല, നിങ്ങൾ വിഷമിക്കണ്ട. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാനത് ആ കുട്ടിയോട് സംസാരിച്ചില്ല. ഇഷ്ടമാണോ എന്ന് ചോദിച്ചില്ല. ഒക്കെ വീട്ടുകാരുടെ ഇഷ്ടമായിരുന്നു. അയാളുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ഓവർ ആക്ടിങ് കൂടി ഇട്ടു. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ഒരു മിനിറ്റ്, ഒന്നുകൂടി ഇരിക്കുക, ഞാനിപ്പോൾ വരാം. അയാൾ അവിടെ എന്നെ തനിച്ചാക്കി പോയപ്പോൾ പല ചിന്തകൾ മനസ്സിൽ പൊങ്ങി വന്നു. അയാൾ ഇനി പോലീസിനെ വിളിക്കാനെങ്കാനും, അതുമില്ലെങ്കിൽ അവളുടെ ആങ്ങളമാരെ. പെട്ട ഭഗവാനെ, എന്തായാലും കൊണ്ടേ പോകൂ എന്ന രീതിയിൽ ഞാനിരുന്നു. കുറച്ച് നിമിഷം എന്നെ അവിടെ ഇരുത്തിയിട്ട് അയാൾ തിരികെ വന്നു. എന്താ പേര് പറഞ്ഞു? അർജുൻ. അർജുൻ, ഞാൻ കല്യാണം നടക്കില്ലെന്ന് അവരുടെ വീട്ടുകാരോട് വിളിച്ചു പറഞ്ഞോളാം. നിങ്ങൾ പോയിക്കോ. പക്ഷെ ഒരു ഉപദേശം തരാം. എല്ലാവരും എന്നെ പോലെ ആവണമെന്നില്ല. വേഗം പോയി ആ കുട്ടിയുടെ വീട്ടിൽ ആലോചിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ വേറെ ആലോചന അവർ നോക്കും. താങ്ക് യു സർ. അയാളൊന്ന് പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തു. തിരികെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചെന്ന് രേണുവിനെ കാണാൻ ബസ് സ്റ്റോപ്പിലായിരുന്നു. അവൾ വരുന്ന നേരായിട്ടുണ്ട്. വാച്ചിലും നോക്കി. ബസ് വരുന്ന സമയം. എൻ്റെ പ്രതീക്ഷ തെറ്റിക്കാതെ ദൂരെ നിന്നും ബസ് വരുന്നുണ്ട്. ബസ് ഇറങ്ങി എന്നേക്കാൾ സന്തോഷത്തോടെ അവൾ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് എത്തി ഒട്ടും വൈകാതെ ഞാൻ അവളോട് പറഞ്ഞു, കല്യാണത്തിൻ്റെ കാര്യമൊത്ത് പേടിക്കണ്ട, അതിനി നടക്കില്ല. ഞാൻ അറിഞ്ഞു. അതെപ്പോ? അജയുടെ ഓഫീസിൽ പോയി പറഞ്ഞൊക്കെ സത്യമാണെന്ന് അറിയാൻ എന്നെ അദ്ദേഹം വിളിച്ചിരുന്നു. ഓഹോ, അപ്പൊ അതിനാണ് അയാൾ അവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? എന്താ അറിയിച്ചു കിട്ടുന്നത്? ഒന്നുമില്ല മോളെ, ഞാൻ വിചാരിച്ചു നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് നാളെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ച് പൊളിക്കാന്ന്. അയ്യടാ, എന്താ പൂതി? എന്നിട്ട് എന്ത് പറ്റി? അച്ഛൻ പറഞ്ഞു ഒരു വാഴയിൽ തന്നെ നോക്കാൻ വയ്യാന്ന്. ജോലിയൊക്കെ ആയിട്ട് മതി ഇറക്കിക്കൊണ്ടുവരില്ലെന്ന്. രേണു അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നെ നോക്കി. ഞാൻ മൗനമായി അവളെ നോക്കി. അവളുടെ ചിരി അതൊരു ഒന്നൊന്നര അഴകാണ്.
രേണു നടുറോടാ, മോൻ കണ്ടറിയാം ചുണ്ടുകൊണ്ട് എന്തിനാ അടുത്തേക്ക് വരുന്നതെന്ന്. മര്യാദക്ക് നേരെ നോക്കിപ്പോ. ഞാൻ പോവാ, ഇയാൾ ബൈക്കെടുത്ത് പോയ വേഗം. ആളെന്നെ തള്ളി മാറ്റി വേഗം നടന്നു. ഞാനൊരു മടിയോടെ ബൈക്കിനരികിലേക്ക് തിരികെ നടന്നു. എന്നിട്ട് അതിൽ കയറി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തി ഉമ്മറത്ത് പതിവ് കട്ടം കുടിച്ചിരിക്കുന്ന അച്ഛനെ കെട്ടിപ്പിടിക്കാൻ തോന്നിയെങ്കിലും എന്നെ കണ്ടത് ഓടി അടുത്തേക്ക് വന്ന ചിന്നുമോളെ കയ്യിലെടുത്തു. മാമ, മോനിക്ക് മുത്തായി അവരെ. അത് കേട്ടപ്പോൾ അച്ഛനും അമ്മയും എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു പോകുമ്പോൾ പെട്രോൾ അടിക്കാൻ അച്ഛന്റെ പോക്കിൽ കൈയിട്ട് ചമ്മിത് കണ്ടുവന്ന അച്ഛൻ എനിക്ക് മേശമേൽ വെച്ച പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് തന്നത്. അത് പെട്രോൾ അടിച്ചെന്നെ തീർന്നു. അപ്പോഴാ ഇവിടെ മുട്ടായി. അച്ഛൻ്റെ ചിന്നുമോളിങ് വാ. അച്ഛൻ അവളെ വിളിച്ച് മടിയിലെത്തിക്കൊണ്ട് പറഞ്ഞു. മോളെ, മുട്ടായി വാങ്ങാൻ പൈസ വേണം, ഇല്ലാണ്ട് കടക്കാർ തരില്ല. അവളെന്നെ കാര്യമായി നോക്കി. അപ്പൊ മാമന്റെ കയ്യിൽ പൈസ ഇല്ലേ? അതിന് മറുപടി അച്ഛൻ ചിരിച്ചു. എന്റെ മുഖം കണ്ടപ്പോൾ അമ്മയ്ക്ക് തോന്നി എനിക്ക് അത്ര ദേഷ്യമില്ലെന്ന്. അമ്മ ചിന്നുമോളെ കൂട്ടി അകത്തേക്ക് കയറി. കുട്ടി പിശാശ്, ഡോറാണ് ഇങ്ങോട്ട് വാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. അകത്തേക്ക് കയറും വഴി ഞാൻ അച്ഛനെ നോക്കി മനസ്സിൽ പറഞ്ഞു. എന്നാ എന്തായി പോയ കാര്യമൊന്നും ചോദിക്കില്ല, കള്ള കാർന്നൂര്. അമ്മേ, എനിക്ക് ചായ. നേരെ അടുക്കളയിലേക്ക് കയറിയപ്പോൾ കാൽമുഖം കഴുകിയിട്ട് വരാൻ പറഞ്ഞിട്ട് അമ്മ എന്നെ ഓടിച്ചു. അതുകൊണ്ട് ചിരിക്കാനൊരു കുട്ടി പിശാശും. ഞാൻ മുഖം കഴുകി വരുമ്പോൾ അച്ഛനോട് അമ്മ ചോദിക്കുന്നത് കേട്ടു. ആ കുട്ടിയുടെ കല്യാണക്കാരി എന്തായി? നിങ്ങൾ അവനോട് ചോദിച്ചോ? അവൻ വന്നു കയറിയപ്പോ നീ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, അതവൻ മുടക്കിയടി. ആഹാ, ഈ അച്ഛനിത് ശരിക്കും സ്നേഹിച്ച് കൊല്ലുക. പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, കാരണവരുടെ കാര്യം. എന്തോ എന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴാണ് മേശയുടെ മുകളിൽ കവറിയിരിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ സന്തോഷം ഇരട്ടിച്ചു എന്ന് പറയാം. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.